നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ഇറാൻ ഇസ്രായേൽ സംഘർഷം UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെ ബാധിച്ചു. വേനലവധിക്കായി നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളികൾ ആശങ്കയിൽ. UAEയിലെ എല്ലാ വിമാനത്താവളങ്ങളും പൂർണ്ണ തോതിൽ പ്രവർത്തനം തുടരുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ. എയർ ഇന്ത്യ വിമാനങ്ങളിലെ സാങ്കേതിക തകരാർ തുടരുന്നു. ഇന്നും ഇന്നലെയുമായി 6 വിമാന സർവീസുകളെ ബാധിച്ചു. ഡൽഹിയിൽ നിന്ന് പാരീസിലേക്കുള്ള സർവീസ് എയർ ഇന്ത്യ അവസാന നിമിഷം റദ്ദാക്കി. യാത്രക്കാർക്കുള്ള സൗകര്യം ഒരുക്കിയെന്ന് വിശദീകരണം. കൊച്ചി ഡൽഹി വിമാനത്തിന് ബോംബ് ഭീഷണി. ഇൻഡിഗോ വിമാനം നാഗ്പൂരിലിറക്കി. ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷം. ഇറാന്റെ പുതിയ വാർ ടൈം ചീഫ് ഓഫ് സ്റ്റാഫ് അലി ഷദ്മാനിയെ വധിച്ചതായി ഇസ്രായേൽ സേന. ടെഹ്റാനിൽ നിന്നുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ അടങ്ങുന്ന ആദ്യ സംഘം നാളെ ഡൽഹിയിലെത്തും. സംഘർഷം അവസാനിപ്പിക്കണം എന്ന G7 ഉച്ചകോടി പ്രസ്താവനയിൽ ഒപ്പിടാതെ ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങി. ആവേശം അലതല്ലി നിലമ്പൂർ. പരസ്യ പ്രചാരണത്തിന് പരിസമാപ്തി. റോഡ് ഷോയുമായി മുന്നണികളുടെ കൊട്ടിക്കലാശം. കലാശക്കൊട്ട് ഉപേക്ഷിച്ച് PV അൻവർ. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. നിലമ്പൂർ മറ്റന്നാൾ ബൂത്തിലേക്ക്. LDF നടത്തിയത് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയ പ്രചാരണമെന്ന് VD സതീശൻ. വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് LDF സ്വീകരിച്ചിട്ടില്ലെന്ന് TP രാമകൃഷ്ണൻ. കണ്ണൂരും കാസർഗോഡും കനത്ത മഴ തുടരുന്നു. പലയിടത്തും വെള്ളക്കെട്ട്. തീരദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. കൊച്ചി ചെല്ലാനത്ത് പ്രതിഷേധം ശക്തം. തൃശൂരിൽ മരം വീണ് 2 വീടുകൾക്ക് കേടുപാട്. കോഴിക്കോട് ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം. അന്നശ്ശേരിയിൽ 2.5 വയസ്സുകാരി വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെയും ഇത് ബാധിച്ചിരിക്കുകയാണ്. വേനലവധിക്കായി നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്ന മലയാളികൾ അടക്കമുള്ളവരെ വിമാന സർവീസുകൾ താളം തെറ്റുന്നത് ആശങ്കയിലാക്കുന്നുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിലെ വ്യോമപാത അടച്ചതോടെ ഇന്ത്യ UAE വിമാന സർവീസുകളും താളം തെറ്റി. ഇതോടെ നിരവധി യാത്രക്കാർ ദുരിതത്തിലായി. മറ്റു റൂട്ടുകളിൽ പോകേണ്ട വിമാനങ്ങൾ ഒമാൻ UAE വ്യോമപാത തിരഞ്ഞെടുത്തതും എയർ ട്രാഫിക് തിരക്കിന് കാരണമായി. ദുബായിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള എയർ ഇന്ത്യയുടെ വിമാന സർവീസുകൾ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. ഫ്ലൈ ദുബായ്, സ്പൈസ് ജെറ്റ് വിമാന സർവീസുകളെയും മേഖലയിലെ അനിശ്ചിതാവസ്ഥ ബാധിച്ചിട്ടുണ്ട്. എല്ലാ വിമാന കമ്പനികളും സർവീസുകൾ തടസ്സപ്പെടുന്നത് സംബന്ധിച്ച് യാത്രക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളവും സർവീസ് തടസ്സം സംബന്ധിച്ച അറിയിപ്പ് പുറപ്പെടുവിച്ചു. യാത്രക്കാർക്കായി വിമാന കമ്പനികളുമായി സഹകരിച്ച് ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് ദുബായ് എയർപോർട്ട് പ്രതികരിച്ചു. യാത്ര തിരിക്കും മുൻപ് അതാത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സർവീസ് സംബന്ധിച്ച സ്ഥിരീകരണം തേടണമെന്നും ദുബായ് വിമാനത്താവളം ഓർമ്മിപ്പിക്കുന്നു. അതേസമയം വിമാന സർവീസുകളിൽ നിലവിലെ സാഹചര്യത്തിലുണ്ടാകുന്ന തടസ്സങ്ങളും അനിശ്ചിതാവസ്ഥയും മൂലം യാത്രക്കാർ ടിക്കറ്റുകൾ മാറ്റുകയോ ക്യാൻസൽ ചെയ്യുകയോ വേണ്ടതില്ലെന്ന് ട്രാവൽ കമ്പനികൾ അറിയിക്കുന്നു. വിമാന കമ്പനികൾ തന്നെ കൂടുതൽ തുക അടയ്ക്കാതെ ടിക്കറ്റുകൾ മാറ്റി നൽകാൻ ബാധ്യസ്ഥരാണ്. ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ വിമാന കമ്പനികൾക്ക് ആവശ്യമെങ്കിൽ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ, മെയിൽ ID അടക്കം കൃത്യമായ വിവരങ്ങൾ നൽകാനും മറക്കരുത്. അമൃത ന്യൂസ്, ദുബായ്. അതേസമയം UAEയിലെ എല്ലാ വിമാനത്താവളങ്ങളും പൂർണ്ണ തോതിൽ പ്രവർത്തനം തുടരുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. മേഖലയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്. വിമാന കമ്പനികൾ അടക്കമുള്ള ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി ചേർന്നാണ് സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഗൾഫ് മേഖലയിലെ വിമാന സർവീസുകളെയും ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് UAEയിലെ എല്ലാ വിമാനത്താവളങ്ങളും പൂർണ്ണതോതിൽ പ്രവർത്തനം തുടരാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചത്. വിമാന കമ്പനികൾ അടക്കമുള്ള ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത്. സേവന നിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ യാത്രക്കാരുടെ സുരക്ഷയും വിമാനത്താവളങ്ങളുടെ സുഗമമായ പ്രവർത്തനവും ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ചില രാജ്യങ്ങൾ വ്യോമാതിർത്തികൾ
അടച്ച സാഹചര്യത്തിൽ യാത്രകൾ തടസ്സപ്പെടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. വിമാനത്താവളത്തിൽ യാത്രക്കാർ കുടുങ്ങുന്ന സാഹചര്യമുണ്ടായാൽ അവർക്കുള്ള താമസ സൗകര്യം, കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള ക്രമീകരണം എന്നിവയൊക്കെ ബന്ധപ്പെട്ട സംവിധാനങ്ങളുമായി സഹകരിച്ച് ഉറപ്പാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി സഹകരിക്കണമെന്നും മന്ത്രാലയം യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു. അമൃത ന്യൂസ്, ദുബായ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. കനത്ത ആക്രമണമാണ് ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാനിൽ നടത്തിയത്. ഇറാന്റെ പുതിയ വാർ ടൈം ചീഫ് ഓഫ് സ്റ്റാഫ് അലി ഷദ്മാനിയെ വധിച്ചതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയെ വധിക്കുമെന്നും ഇറാനിൽ ഭരണമാറ്റം ഉറപ്പാക്കുമെന്നും അതോടെ ഇറാനിൽ നിന്നുള്ള ആണവ ഭീഷണി അടക്കം ഇല്ലാതാക്കുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ ഇതുവരെ കാണാത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നിലപാട് വ്യക്തമാക്കി. ടെല്ലവീവിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന്റെ തത്സമയ വാർത്താ അവതരണത്തിനിടെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഗാസയും വെസ്റ്റ് ബാങ്കിലും ലെബനോണിലുമടക്കം ഇറാന്റെ നയതന്ത്രവും നിലപാടുകളും സംപ്രേഷണം ചെയ്യുന്ന മൗത്ത് പീസായി ചാനൽ വർത്തിക്കുന്നുവെന്ന നിലപാടാണ് ഇസ്രയേലിന്. എന്നാൽ ആയുധസമ്പന്ന കേന്ദ്രമാണ് ലക്ഷ്യം വെച്ചതെന്ന് ഇസ്രയേൽ സേന വ്യക്തമാക്കുന്നു. ടെഹ്റാനിലെ ഡിസ്ട്രിക്ട് 3യിൽ ആക്രമണം നടത്തുമെന്നും എത്രയും വേഗം ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും കാനഡയിലെ G7 വേദിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. പിന്നീട് ടെഹ്റാനിലെ 12 ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നും മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെ ടെഹ്റാനിലെ പ്രധാന നിരത്തുകളിലടക്കം വൻ തിരക്കും ഗതാഗത തടസ്സവും നേരിടുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുന്നുണ്ട്. അമേരിക്കയുടെ നിർദ്ദേശം വകവയ്ക്കാതെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയെ കൊല്ലുമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഖൊമേനിയെ വധിച്ച് ഭരണമാറ്റം കൊണ്ടുവരുന്നതോടെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷവും ഇറാൻ ഉയർത്തുന്ന ആണവ ഭീഷണിയും അവസാനിപ്പിക്കാനാകുമെന്ന കണക്കുകൂട്ടലാണ് നെതന്യാഹു. ഗാസയിലെ ഹമാസ് നേതാക്കളെയും ഹിസ്ബുള്ള തലവന്മാരെയും കൊന്നൊടുക്കി നെതന്യാഹു പരീക്ഷിച്ച് വിജയിച്ച തന്ത്രമാണ് ഇത്. ഖൊമേനിയും കുടുംബവും രഹസ്യ സങ്കേതങ്ങളിലേക്ക് മാറിയെന്നാണ് സൂചന. എന്തായാലും G7 ഉച്ചകോടി പൂർത്തിയാക്കാൻ നിൽക്കാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചത് സാഹചര്യങ്ങളുടെ ഗൗരവം കൂട്ടുന്നു. ഇറാൻ യുദ്ധം ജയിക്കില്ലെന്നും എത്രയും വേഗം കരാറിലേക്കെത്തി രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയാണ്. വെടിനിർത്തലിന് കരട് തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കെടുക്കില്ല എന്ന് ആവർത്തിക്കുന്നതിനിടയിലും അമേരിക്കൻ യുദ്ധക്കപ്പലായ നിമിറ്റ്സ് തെക്കൻ ചൈന കടലിടുക്കിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അമേരിക്കയെ കൂടാതെ തുർക്കിയും റഷ്യയും ഖത്തറും ഒമാനും യൂറോപ്യൻ യൂണിയനും സമാധാന മാധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇസ്രയേൽ മണ്ണ് ഇതുവരെ കാണാത്ത ആക്രമണങ്ങൾക്ക് തയ്യാറാകാനാണ് ഇറാൻ ഏറ്റവും ഒടുവിലായി നൽകുന്ന ഭീഷണി. കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾ ഇറാൻ ഇസ്രയേലിൽ നടത്തുമെന്ന ഭീഷണിക്ക് പിന്നാലെ ടെല്ലവീവിലടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശവും അപകട സൈറണും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാൻ ഇസ്രയേൽ സംഘർഷം ആരംഭിച്ച ശേഷം ഇറാനിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 70 പേരടക്കം 225 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. ഇസ്രയേലിൽ 20 പേർ മരിച്ചുവെന്നും. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിലും ഏറുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. കുവൈറ്റ് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹും തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബും തമ്മിൽ ചർച്ച നടത്തി. ഇസ്രായേൽ സംഘർഷങ്ങൾ ലഘൂകരിക്കാനും നയതന്ത്ര മാർഗങ്ങളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കാനും സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ചയായി. ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന കുറ്റകൃത്യങ്ങളെയും അത് എല്ലാ മനുഷ്യ നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും മൂല്യങ്ങളെയും ലംഘിക്കുകയും മേഖലയിൽ നടത്തുന്ന ആക്രമണത്തെയും അമീറും പ്രസിഡന്റ് എർദോഗനും ശക്തമായി അപലപിക്കുകയും പൂർണ്ണമായും നിരസിക്കുകയും ചെയ്തു. അങ്ങനെ ആവേശത്തോടെ നിലമ്പൂരിൽ കൊട്ടിക്കലാശം കൊടിയിറങ്ങി 3 ആഴ്ച നീണ്ട പ്രചാരണത്തിനാണ് നിലമ്പൂർ അങ്ങാടിയിൽ സമാപനമായത്. റോഡ് ഷോയോടെയാണ് 3 സ്ഥാനാർത്ഥികളും നഗരത്തിലേക്ക് എത്തിയത്. PV അൻവർ കലാശക്കൊട്ട് ഒഴിവാക്കി പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിൽ വോട്ടർമാരെ നേരിട്ട് കണ്ടു. താളമേളത്തോടെയാണ് പ്രവർത്തകർ കൊട്ടിക്കലാശം തകർത്തത്. UDF സ്ഥാനാർത്ഥി ആരിടൻ ഷൗക്കത്തിനായി DCC പ്രസിഡന്റ് VS ജോയി, ഷാഫി പറമ്പിൽ MP, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ നേതാക്കളെത്തി. LDF സ്ഥാനാർത്ഥി M സ്വരാജിനൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവേശമായി എത്തി. PK കൃഷ്ണദാസ്, B ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ കലാശക്കൊട്ടിനെത്തി. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്.
75,000-ലേറെ വോട്ടുകൾ നേടി നിലമ്പൂരിൽ വിജയിക്കുമെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ. പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിൽ സാധാരണക്കാരുടെ മാനസിക പിന്തുണ തനിക്കൊപ്പമാണെന്നും അൻവർ പറയുന്നു. ഞാൻ പിടിച്ചിരിക്കുന്ന വോട്ട് ആൻറ്റി പിണറായിസാണ്, അവരും പിടിച്ചിരിക്കുന്ന വോട്ട് സെമി ആൻറ്റി പിണറായിസാണ്. ആ സെമി ആൻറ്റി പിണറായിസും ഫുൾ ആൻറ്റി പിണറായിസും കൂടി കൂട്ടി യോജിപ്പിക്കുന്ന വോട്ടുണ്ടല്ലോ, കണക്ക് കിട്ടുമല്ലോ. എനിക്ക് കണക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കണക്കറിയല്ലോ. ആ കൂട്ടി നോക്കുമ്പോൾ ഉണ്ടാകുന്നത് കേരളത്തിൽ മൊത്തമുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഷൗക്കത്തിനെ പിന്തുണക്കാതിരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ആത്മാർത്ഥമായി പറയാണ്, ഞാനടക്കം ഷൗക്കത്തിനെ പിന്തുണച്ചിട്ടും അദ്ദേഹം പരാജയപ്പെട്ടാൽ എന്തായി? എവിടെ പോയി ആൻറ്റി പിണറായിസം? നിലമ്പൂർ മറ്റന്നാൾ പോളിംഗ് ബൂത്തിൽ എത്താനിരിക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് അയവില്ല. പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയ പ്രചാരണം LDF നിലമ്പൂരിൽ നടത്തിയെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എല്ലാ പ്രശ്നങ്ങളും ഉയർത്തിയാണ് UDF പ്രചാരണം നടത്തിയതെന്നും VD സതീശൻ പറഞ്ഞു. നിലമ്പൂരിൽ മികച്ച വിജയം നേടുമെന്നും സർക്കാർ ഇതുവരെ സ്വീകരിച്ച നിലപാടുകളും നടപടികളും വോട്ടാകുമെന്ന LDF കൺവീനർ TP രാമകൃഷ്ണനും വ്യക്തമാക്കി. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കൊണ്ടും കൊടുത്തും മുന്നണികളും നേതാക്കളും ഒരുപോലെ രംഗത്തുണ്ട്. പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയ പ്രചാരണം LDF നിലമ്പൂരിൽ നടത്തിയെന്ന് VD സതീശൻ ആരോപിച്ചു. ജനങ്ങൾ ഈ പ്രചാരണങ്ങൾ തള്ളിക്കളയുമെന്നും പ്രതിപക്ഷമുയർത്തിയ 7 ചോദ്യങ്ങൾക്ക് സർക്കാരിനും പിണറായിക്കും മറുപടിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 7 ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയോ LDF നേതാക്കളോ ഇതുവരെ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ്. നിലമ്പൂരിൽ UDFന് നല്ല ആത്മവിശ്വാസമുണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചു. സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിന് നിലമ്പൂരിൽ മറുപടിയുണ്ടാകും. വന്യജീവി സംഘർഷം, കാർഷിക മേഖലയിലെ തകർച്ച തുടങ്ങിയവയ്ക്ക് നിലമ്പൂരിലെ ജനത മറുപടി നൽകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അപ്പോൾ LDFന്റെ ഇരട്ടത്താപ്പ്, ജനവിരുദ്ധ നയങ്ങൾ, മലപ്പുറം ജില്ലയെ അവഹേളിച്ചത്, ഇതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ട. സർക്കാർ ഇതുവരെ സ്വീകരിച്ച നിലപാടുകളും നടപടികളും വോട്ടാകുമെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. വർഗീയതയ്ക്ക് അനുകൂലമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രചാരണത്തിന് എത്തിച്ചതെന്നും TP രാമകൃഷ്ണൻ ആരോപിച്ചു. കേരളത്തിലെ UDFന്റെ നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃത്വം പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. നിലമ്പൂരിൽ M സ്വരാജ് എല്ലാവരും സ്വീകരിച്ച സ്ഥാനാർത്ഥിയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. UDF ഒരു ഭാഗത്ത് സ്പർദ്ധ വളർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. LDF തുടക്കം മുതൽ രാഷ്ട്രീയമാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. സ്വരാജിന് അനുകൂലമാണ് നിലമ്പൂർ, ഞങ്ങൾ നല്ല വോട്ടിന് ജയിക്കും. കേരളത്തിൽ BJPക്ക് പ്രചരണം നടത്താനുള്ള വളരെ ബോധപൂർവമായ ഒരു ആയുധം പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുകയാണ്. അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുന്ന പ്രശ്നമല്ല. UDFന്റെ അജണ്ട നിലമ്പൂരിൽ തകർന്നടിഞ്ഞെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും കുറ്റപ്പെടുത്തി. പെട്ടി വിവാദത്തിൽ UDF അപഹാസ്യരായെന്നും A വിജയരാഘവൻ ആരോപിച്ചു. ചിലപ്പോൾ നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കളുടെ കൂടി സജീവമായ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പ് അജണ്ട ഈ നാടകങ്ങൾക്ക് ചുറ്റും രൂപപ്പെടുത്തുക, ഇതൊരു സ്ഥിരം പരിപാടിയാണ് UDFന്. അതെല്ലാം നിലമ്പൂരിൽ തകർന്നടിഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം UDF പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കൂട്ടിച്ചേർത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉറപ്പുണ്ട്, LDFന് ഉറപ്പുണ്ട്. സഖാവ് സ്വരാജ് ഉജ്ജ്വലമായ ഭൂരിപക്ഷം നേടി അവിടെ ജയിക്കാൻ പോവുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റാൻ LDF ശ്രമിച്ചെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. LDF ഭരണത്തിന്റെ പരാജയം കൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഇടതുപക്ഷ ഭരണത്തിന്റെ ഏറ്റവും വലിയ ഭരണ പരാജയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ് MLA രാജിവെക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നതും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വ്യാഴാഴ്ച വരെ അതിശക്തമായ മഴ തുടരും. നാളെ 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് 2 ജില്ലകളിൽ റെഡ് അലർട്ടായിരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്ത് പ്രളയ സാധ്യതാ മുന്നറിയിപ്പുമുണ്ട്.
കാസർഗോഡ്, ഉപ്പള, നീലേശ്വരം, മൊഗ്രാൽ എന്നീ നദികളിലും കണ്ണൂരിലെ പെരുമ്പയിലും കോഴിക്കോട്ടെ കോരപ്പുഴ, പത്തനംതിട്ടയിലെ മണിമല എന്നീ നദികളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കരമനയാറിലും പത്തനംതിട്ടയിലെ അച്ചൻകോവിൽ, മണിമല എന്നിവിടങ്ങളിലും തൃശൂരിലെ കരുവന്നൂർ, കീച്ചേരി എന്നീ നദികളിലും പാലക്കാട് ഭവാനിയിലും വയനാട് കബനിയിലും കണ്ണൂരിലെ കുപ്പം, കവ്വായി എന്നീ നദികളിലും കാസർഗോഡ് കാര്യങ്കോടിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ പാടില്ല. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ്. അതിശക്തമായ കടൽക്ഷോഭം അനുഭവപ്പെടുന്നതിനാൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും നദികളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. കോഴിക്കോട് ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടമുണ്ടായി. തൂണേരിയിൽ വീടിനു മുകളിലേക്ക് മരം കടപുഴകി വീണു. ഇഞ്ചിവലിക്കോത്ത് റഫീഖിന്റെ വീടിനു മുകളിലേക്കാണ് മരം വീണത്. കനത്ത മഴയിൽ ചാത്തു, ഹരീഷ് എന്നിവരുടെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. തൂണേരി ബഡ് സ്കൂളിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിഞ്ഞു വീണു. വാണിമേൽ, കോടിയൂറ, കുറുവന്തേരി എന്നിവിടങ്ങളിൽ കാറ്റിൽ കൃഷിനാശമുണ്ടായി. കണ്ണൂർ കുപ്പത്ത് വീണ്ടും വീടുകളിൽ വെള്ളം കയറിയതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. വയനാട് ജില്ലയിൽ ബാണാസുര ഡാമിൽ ജലനിരപ്പ് ഉയർന്നതോടെ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. പേരിയ ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കനത്ത മഴയിൽ കാസർഗോഡ് കുളങ്ങാട്ട് മലയിൽ 80 മീറ്റർ വ്യാസത്തിൽ വിള്ളലുണ്ടായി. ഹോസ്ദുർഗ് തഹസിൽദാരുടെ നേതൃത്വത്തിൽ NDRF സംഘം കുളങ്ങാട്ട് മലയിലെത്തി പരിശോധനകൾ നടത്തി. പ്രദേശത്ത് കൂറ്റൻ കല്ലുകൾ ഇളകി നിൽക്കുന്നതിനാൽ കുളങ്ങാട് മലയോട് ചേർന്ന് ജവാൻ നഗറിലെ 6 കുടുംബങ്ങളോടും ചെറുവത്തൂർ അംബേദ്കർ ഉന്നതിയിലെ കുടുംബങ്ങളോടും ക്യാമ്പുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി. തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുന്ന നീലേശ്വരം നഗരസഭയിലെ പൊടോത്തുരുത്തി, ചാത്തമത്ത് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ അരയി പുഴ കരകവിഞ്ഞതിനാൽ അരയി ഗ്രാമത്തിന്റെ വിവിധ പ്രദേശങ്ങളും വെള്ളത്തിലാണ്. വെള്ളരിക്കുണ്ട് താലൂക്കിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇവിടെയുള്ളവർക്കായി 2 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ വിവിധ നദികളിലാണ് ഓറഞ്ച്, മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചത്. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് 2.5 വയസ്സുകാരി വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. അന്നശ്ശേരി സ്വദേശി നിഖിലിന്റെ മകൾ നക്ഷത്രയാണ് മരിച്ചത്. രാവിലെ മുതൽ കുഞ്ഞിനെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ സമീപത്തെ വെള്ളക്കെട്ടിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ തലക്കുളത്തൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുവൈറ്റിൽ അടുത്ത മാസം ആദ്യം മുതൽ നടപ്പിലാക്കുന്ന എക്സിറ്റ് പെർമിറ്റ് സംവിധാനം ഇംഗ്ലീഷ് ഭാഷയിലും ലഭ്യമാക്കുമെന്ന പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ടിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ റബാബ് അൽ ആസ്മി എക്സിറ്റ് സർട്ടിഫിക്കറ്റിന്റെ സാധുത ഉറപ്പുവരുത്തുന്നതിന് ഇവയിൽ QR കോഡ് ഉൾപ്പെടുത്തും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് രാജ്യത്ത് നിന്ന് പുറത്തു പോകുന്നതിന് എക്സിറ്റ് പെർമിറ്റ് നിർബന്ധമാക്കിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജൂലൈ 1 മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നത്. പുതിയ സംവിധാനം നടപ്പിലാക്കുവാൻ മാനവശേഷി സമിതി വിവിധ സർക്കാർ ഏജൻസികളുമായി ഏകോപനം നടത്തിവരികയാണ്. കുവൈറ്റിൽ വിമാനത്താവള സുരക്ഷയും സേവനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിലയിരുത്തുന്നതിന് ദേശീയ തലത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ചെയർമാൻ ഷെയ്ഖ് ഹമൂദ് അൽ മുബാറക്കിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വിവിധ മന്ത്രാലയങ്ങളും സുരക്ഷാ ഏജൻസികളും പങ്കെടുത്തു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സുരക്ഷാ നടപടികൾ അടക്കം ചർച്ചയായി. കൂടാതെ ഈ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ പ്രയോജനപ്പെടുത്തുന്നതും യോഗത്തിൽ പ്രധാനമായും ചർച്ചയായി. യാത്രക്കാരുടെയും വിമാനത്താവള ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ അന്താരാഷ്ട്ര ഉടമ്പടികൾക്ക് കൃത്യമായ പിന്തുണ നൽകുന്നുവെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. കുവൈറ്റിൽ ഫർവാനിയ ഗവർണറേറ്റിലെ ബാച്ചിലർ താമസവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കെതിരെ വ്യാപക പരിശോധന. നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും ചട്ടങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്നും നിരീക്ഷിക്കുന്നതിനായി പരിശോധനാ സംഘങ്ങളെ വിവിധ സ്ഥലങ്ങളിൽ വിന്യസിച്ചു. ഫർവാനിയ പ്രദേശത്ത് ബാച്ചിലർമാർ
താമസ നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയ 7 കെട്ടിടങ്ങളുടെ വൈദ്യുതി വിച്ഛേദിച്ചു. ഇതിനു മുൻപ് തന്നെ നിയമലംഘനം നടത്തിയ കെട്ടിടങ്ങളുടെ ഉടമകൾക്കോ താമസക്കാർക്കോ നിയമങ്ങൾ പാലിക്കാൻ ആവശ്യപ്പെട്ട് ഔദ്യോഗിക മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഈ വർഷത്തെ ഹജ്ജിന് മക്കയിൽ നിന്നും പുണ്യസ്ഥലങ്ങളിൽ നിന്നും മക്ക നഗരസഭ നീക്കം ചെയ്ത മാലിന്യത്തിന്റെ കണക്ക് മക്ക നഗരസഭ പുറത്തുവിട്ടു. 4,73,000 ടണ്ണിലേറെ മാലിന്യമാണ് നീക്കം ചെയ്തത്. പ്രധാന സ്ഥലങ്ങളിൽ 88,000-ലേറെ കുപ്പത്തൊട്ടികൾ സ്ഥാപിക്കുകയും പൊതുസ്ഥലങ്ങളും സേവന കേന്ദ്രങ്ങളും അണുവിമുക്തമാക്കാനും ശുചീകരിക്കാനും 1,680 ലിറ്റൺ സാന്ദ്രത ലായനികൾ ഉപയോഗിക്കുകയും ചെയ്തു. മാലിന്യ ശേഖരണം വേഗത്തിലാക്കാനും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് തടയാനും 20 ഘനമീറ്റർ തോതിൽ സംഭരണ ശേഷിയുള്ള മാലിന്യങ്ങൾ ഹൈഡ്രോളിക് സംവിധാനം വഴി കംപ്രസ് ചെയ്ത് സൂക്ഷിക്കുന്ന 1,235 കുപ്പത്തൊട്ടികളും ഹജ്ജ് സീസണിൽ മക്ക നഗരസഭ ഉപയോഗപ്പെടുത്തി. ആത്മീയ നിർവൃതിയുടെ പുണ്യാനുഭവമായി ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയ മലയാളി ഹാജിമാർ പ്രവാചക നഗരിയായ മദീനയിൽ എത്തിത്തുടങ്ങി. കഴിഞ്ഞ തിങ്കൾ മുതൽ മദീനയിൽ എത്തിയ ഹാജിമാർക്ക് മദീന KMCC സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയത്. KMCC സെൻട്രൽ കമ്മിറ്റി നേതാക്കളായ സയ്യിദ് മുനിയൂർ, ഷരീഫ് കാസർഗോഡ്, അഷ്റഫ് അഴിഞ്ഞിലം തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. നേരത്തെ മദീന സന്ദർശിക്കാത്ത ഹജ്ജ് കർമ്മത്തിന് ശേഷം മദീനയിൽ എത്തുന്ന ഹാജിമാർ ഏകദേശം 8 ദിവസത്തോളം ഇവിടെ തങ്ങും. UAE-യിലെ സ്വകാര്യ മേഖലയ്ക്ക് ഇസ്ലാമിക് പുതുവർഷം പ്രമാണിച്ചുള്ള അവധി പ്രഖ്യാപിച്ചു. ജൂൺ 27-നാണ് അവധി. ശനി, ഞായർ വാരാന്ത്യ ദിനങ്ങൾ കൂടി കൂട്ടിയാൽ തുടർച്ചയായി 3 ദിവസം അവധി ലഭിക്കും. UAE-യിൽ സർക്കാർ സ്വകാര്യ മേഖലകൾക്കുള്ള അവധി ദിവസങ്ങൾ ഏകീകരിച്ചിട്ടുണ്ട്. $800 കോടി മുടക്കി പുനർനിർമ്മാണം പൂർത്തീകരിക്കുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ദുരിതത്തിലാണ് കുട്ടനാട്ടിലെ ജനങ്ങൾ. വെള്ളപ്പൊക്കം ബാധിക്കില്ലെന്ന പ്രഖ്യാപനത്തോടെ നിർമ്മിച്ച റോഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ 5 ഇടത്താണ് വെള്ളം കയറിയത്. പലയിടങ്ങളിലും കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ദുരിതത്തിലായി. മഴ കൂടുതൽ ശക്തമാകുന്നതോടെ ഈ AC റോഡ് വെള്ളത്തിനടിയിലാകുമോ എന്ന ഭീതിയിലാണ് ജനങ്ങൾ. ആലപ്പുഴ, കോട്ടയം ജില്ലകളെ ബന്ധിപ്പിച്ച് കുട്ടനാടിന്റെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന 24 കിലോമീറ്റർ പാതയാണ് AC റോഡ്. റോഡിന്റെ നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചർച്ചയായിരുന്നു. 2020 ഒക്ടോബറിൽ നിർമ്മാണം തുടങ്ങിയ റോഡിന് 671.66 കോടിയാണ് ആദ്യം ചിലവ് കണക്കാക്കിയത്. ഇപ്പോൾ 800 കോടിയായി നിർമ്മാണ ചിലവ് ഉയർന്നു. 2023-ൽ നിർമ്മാണം പൂർത്തിയാക്കാൻ പദ്ധതിയിട്ടെങ്കിലും കാലാവധി പലതവണ നീട്ടി. 90% ജോലികളും പൂർത്തിയായ റോഡിൽ വെള്ളപ്പൊക്കം ബാധിക്കില്ലെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ 5 ഇടത്ത് വെള്ളക്കെട്ടായി. ഒരിക്കലും വെള്ളം കയറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത്. വലിയ പ്രതീക്ഷയോടെ വേണ്ട കുട്ടനാട്ടുകാർ ഈ റോഡിന്റെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ കണ്ടത്. എന്നാൽ പിന്നീട് ഇതിന്റെ പണികൾ ആരംഭിച്ചപ്പോൾ നിരവധിയായ ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ ഉണ്ടായി. ഇത് ആദ്യഘട്ടത്തിൽ മുതൽ വെള്ളം കയറാൻ തുടങ്ങി. ഇപ്പോൾ ഇത്തവണ ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട്, എൻ്റെ മെയ് മാസത്തിൽ സാധാരണ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതല്ല, ഈ മെയ് മാസത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഈ റോഡിൻ്റെ ഏതാണ്ട് 3/4 ഭാഗവും 5 സ്ഥലത്ത്, പ്രധാനപ്പെട്ട 5 സ്ഥലങ്ങളിൽ വെള്ളം കയറി. ഈ 5 സ്ഥലങ്ങളും നമ്മൾ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളും ജനപ്രതിനിധികളുമൊക്കെ ആവശ്യപ്പെട്ടാണ് ഇവിടെ ഈ ഫ്ലൈ ഓവർ നിർമ്മിക്കുമ്പോൾ ഈ പ്രദേശങ്ങൾ, ഈ താഴ്ന്ന പ്രദേശങ്ങളായ ഒന്നാങ്കര, കിടങ്ങറ, 2-ാം പാലത്തിന് താഴെയുള്ള ഭാഗം, മാമ്പഴക്കരി ഭാഗം, അങ്ങനെ 5 സ്ഥലങ്ങളിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടാണ്. അത് നിർമ്മിച്ചില്ല എന്ന് മാത്രമല്ല, ആ റോഡിൽ ആ പ്രധാനപ്പെട്ട ഈ ആരോപണം നമ്മൾ ഉന്നയിക്കുന്ന ഈ വിഷയമുള്ള സ്ഥലങ്ങളിൽ ഇത്തവണത്തെ ഈ ചെറിയ വെള്ളപ്പൊക്കത്തിൽ പോലും വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. റോഡിൽ വെള്ളമുയർന്നതോടെ ജനജീവിതവും ദുരിതപൂർണ്ണമായി. പലയിടങ്ങളിലും കടകളിൽ ഉൾപ്പെടെ വെള്ളം കയറി വ്യാപാരികൾ കച്ചവടം ഉപേക്ഷിക്കേണ്ട സ്ഥിതിയായി. കച്ചവട സാമഗ്രികൾ നശിച്ചതുമൂലം പലർക്കും നേരിടേണ്ടി വന്നത് വലിയ സാമ്പത്തിക നഷ്ടം. നിലവിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിലും മഴ കൂടുതൽ ശക്തമാകുന്നത് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ഇനി പൂർത്തിയാകാനുള്ളത് പള്ളാത്തുരുത്തി 2-ാം പാലത്തിന്റെ നിർമ്മാണം മാത്രമാണ്. നിലവിലുണ്ടായിരുന്ന വീതി കുറച്ച് പണിയുന്ന ഏക റോഡെന്ന പ്രത്യേകതയും AC റോഡിനുണ്ട്. നടപ്പാത ഉയർത്തിക്കെട്ടിയിരിക്കുന്നതിനാൽ റോഡിന്റെ വീതിയും പാർക്കിംഗ് സൗകര്യവും നഷ്ടപ്പെട്ടു. ഇത് സൃഷ്ടിക്കുന്ന ദുരിതത്തിൽ ജനങ്ങൾ വലയുമ്പോഴാണ് റോഡിൽ വെള്ളം കയറില്ല എന്ന അധികൃതരുടെ പ്രഖ്യാപനവും വെള്ളത്തിനടിയിലാകുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. രാജ്ഭവനിലെ ചിത്രങ്ങളെ ചൊല്ലിയുള്ള വിവാദം തുടരുന്നു. RSSകാരുടെ ഭാരതാംബയോട് വിയോജിപ്പെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇരിക്കുന്ന സ്ഥാനത്തെ ഗവർണർ ബഹുമാനിക്കണമെന്ന് മന്ത്രി V ശിവൻകുട്ടി. രാജ്ഭവനിൽ RSS നേതാക്കളുടെ ഫോട്ടോ പതിപ്പിച്ചത് അപലപനീയമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു.
എസ് ഗുരുമൂർത്തിയുടെ പ്രഭാഷണത്തിനു പിന്നാലെ ഭാരതാംബ വിഷയത്തിൽ സർക്കാരും ഗവർണറും കൊമ്പുകോർത്തിരുന്നു. വിഷയത്തിൽ CPIയുടെ പ്രതികരണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അരപ്പട്ട കെട്ടിയ സ്വർണ്ണ കിരീടം വെച്ച സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന ഇന്ത്യയുടേതല്ലാത്തൊരു ഭൂപടമുള്ള ഭാരതാംബയെ അറിയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ഹെഡ് ഗവർണറാകാമെങ്കിൽ, ഗോൾവാക്കറാകാമെങ്കിൽ സവർക്കറുമാകാമല്ലോ. അതെല്ലാം വെച്ചുകൊണ്ടുള്ളൊരു കാര്യാലയമായി രാജ്ഭവനെ മാറ്റാൻ ശ്രമിച്ചാലും ആ ശ്രമം ജനാധിപത്യ ഇന്ത്യക്ക്, മതേതര ഇന്ത്യക്ക്, ഭരണഘടനാ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഇന്ത്യക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാകാത്ത ഒരു RSS രാഷ്ട്രീയത്തിൻ്റെ കാൽവയ്പായിരിക്കുമത്. ഇന്ത്യക്ക് ഔദ്യോഗിക ഭാരതാംബ ഇല്ലെന്നും ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ എന്നുമായിരുന്നു മന്ത്രി P. പ്രസാദിന്റെ നിലപാട്. ഔദ്യോഗികമായ ഭാരതാംബ ഉണ്ട് എങ്കിൽ ഞങ്ങൾ ആ കൊടി മാറ്റിയിട്ട് ഈ കൊടി വെക്കാം എന്നൊക്കെ പറയേണ്ട ഒരു കാര്യവുമില്ലല്ലോ. അതിൽ തന്നെ അവർ ഉയർത്തിപ്പിടിച്ച ഒരു വാദഗതിയുടെ പൊള്ളത്തരം അദ്ദേഹത്തിന്റെ ലേഖനം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാജ്ഭവനിൽ RSS നേതാക്കളുടെ ഫോട്ടോ പതിച്ചത് അപലപനീയമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. ഗവർണർ എന്ന് പറയുന്നത് BJPയുടെ ഒരു ഏജന്റിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് ഞങ്ങൾക്ക് അന്നും അഭിപ്രായമുണ്ട്, ഇന്നും അഭിപ്രായമുണ്ട്. അവിടെ വെക്കുന്ന ദേശീയ നേതാക്കന്മാരുടെ ചിത്രങ്ങളാണ്, അതാണ് ഗോൾവാർക്കറുടെയും മറ്റുള്ള RSS നേതാക്കന്മാരുടെയും ചിത്രമല്ല. രാജ്യത്തെ മുഴുവൻ കാവ്യവൽക്കരിക്കുമ്പോൾ രാജ്ഭവനെ കാവ്യവൽക്കരിക്കുന്നതിൽ അതിശയോക്തിയില്ലെന്നാണ് മന്ത്രി V. ശിവൻകുട്ടി പ്രതികരിച്ചത്. അത് ഓരോ സ്ഥാനത്തിരിക്കുന്ന അവസരത്തിലെങ്കിലും ആ സ്ഥാനത്തിൻ്റെ മഹത്വം അറിയേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗവർണറും അത് തിരിച്ചറിയുന്നതായിരിക്കും നല്ലത്. രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള പോര് ഇനിയും ശക്തമാകുമെന്നതിന്റെ സൂചനകളാണ് വരുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. വീണ്ടും ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം. അടുത്ത വർഷം ജനുവരിയിൽ ഇന്ത്യ ന്യൂസിലാൻഡ് T20 മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. BCCIയുടെ അറിയിപ്പ് ലഭിച്ചതായും വൈകാതെ തയ്യാറെടുപ്പുകൾ തുടങ്ങുമെന്നും KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി അമൃത വാർത്തകളോട് പറഞ്ഞു. 2026 ജനുവരിയിലാണ് 3 ഏകദിനം 5 2020 മത്സരങ്ങൾ ഉൾപ്പെടുന്ന പരമ്പരയ്ക്കായി ന്യൂസിലാൻഡ് ടീം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ആദ്യം ഏകദിന മത്സരങ്ങളും പിന്നീട് 2020 എന്ന തരത്തിലുമാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാം ഏകദിനം ജനുവരി 11 ബറോഡയിൽ നടക്കും. ജനുവരി 21 നാഗ്പൂരിലാണ് ആദ്യ T20 മത്സരം. പരമ്പരയിലെ അവസാന മത്സരം ജനുവരി 31 ഈ മത്സരത്തിലാണ് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാവുക. വേദി സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ച സാഹചര്യത്തിൽ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി പറഞ്ഞു. ജനുവരി 31 കളി നടത്താൻ വേണ്ടിയിട്ടാണ്. ജനുവരി 31 ഇന്ത്യ ന്യൂസിലൻഡ് സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു T20 ആണ് ഈ KCAക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത്. ഇനി അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ഗ്രീൻഫീൽഡിൻ്റെ അകത്തുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി നേരത്തെ ഞങ്ങൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രീൻഫീൽഡ് ഗ്രൗണ്ട്. അതിൻ്റെ ബാക്കിയുള്ള വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ആ സമയമാകുമ്പോഴത്തേക്കും അത് ഗ്രൗണ്ട് പൂർണ്ണ തോതിൽ കളിക്കാൻ വേണ്ടി സജ്ജമായ രീതിയിലേക്ക് ആക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്ന 7ാമത്തെ രാജ്യാന്തര മത്സരമാകും ഇന്ത്യ കിവീസ് പോരാട്ടം. 2017 ഇന്ത്യ കിവീസ് പോരാട്ടം തന്നെയായിരുന്നു സ്റ്റേഡിയത്തിലെ ആദ്യ മത്സരം. ഇതുവരെ 4 T20യും 2 ഏകദിനങ്ങളും സ്റ്റേഡിയത്തിൽ നടന്നു. ഇക്കഴിഞ്ഞ ലോകകപ്പ് ക്രിക്കറ്റിന്റെ സന്നാഹ മത്സരങ്ങൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് നടന്നത്. T20 ലോകകപ്പ് വരാനിരിക്കെ കാര്യവട്ടത്തെ പോരാട്ടം നിർണായകമാണ്. ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര T20 തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഓപ്പണിംഗ് റോളിൽ സഞ്ജു V. സാംസൺ എത്തുമോ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നു. സ്പോർട്സ് ഡെസ്ക് അമൃത TV. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക. നമസ്കാരം.